ജന്മാദ്യസ്തേതോന്യാദിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോ മുഷാദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരന്തീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, എല്ലാവർക്കും ഹാപ്പി വിഷു. സന്തോഷപ്രദമായ ഒരു വർഷം പ്രദാനം ചെയ്യാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം തുടങ്ങട്ടെ. ഐശ്വര്യസമൃദ്ധമായിട്ടുള്ള സുഖവും സന്തോഷവുമുള്ള ഒരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ എല്ലാ തരത്തിലുള്ള ഏത് വിഷയ സബ്ജക്റ്റ് ആയാലും അതിൽ എല്ലാ ഭാഗവും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഈ ഭാഗം അങ്ങനെ കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞാൽ പിന്നെ വിഷയം മാറും. ഒരു പ്രശ്നമില്ലാത്ത നല്ല വിഷയങ്ങളാണ്. ഇത് നല്ല വിഷയമല്ല എന്നിട്ടല്ല, ലേശൊരു അതിപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞ് കഴിഞ്ഞിടങ്ങി ആ ഒരു ഭാഗം അത്രയേ ഉള്ളൂ. ഇനി തൃതീയ സ്കന്ധത്തിൽ ഇതുപോലെ കുറച്ച് ഭാഗം വരുന്നുണ്ട്. പിന്നെ എന്നും നമുക്കങ്ങനെ വിഷമുള്ള ഒരു വിരസായ ഭാഗങ്ങളല്ല ഭാഗവതത്തിൽ. ഇതിപ്പോൾ നമ്മൾ സാധാരണ കാര്യം സംബന്ധിച്ച് ചിലപ്പോൾ തോന്നും, എന്തൊരു വിഷയമാണപ്പാ, അങ്ങനെ തോന്നേണ്ടതൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിന്തിച്ചാൽ എല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതായത് ഇവിടെ ശാസ്ത്രീയമായിട്ട് വിരാട് പുരുഷനിൽ നിന്ന് എങ്ങനെയൊക്കെ ഈ ലോകം ഉണ്ടായി, വിരാട് പുരുഷന് അവയവങ്ങൾ ഉണ്ടായി, ആ ശരീരത്തിൽ വേണ്ടത് ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ളതും ആ വിരാട് പുരുഷൻ്റെ ശരീരത്തിലുള്ളതും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ വിരാട് പുരുഷൻ്റെ ശരീരത്തിലുള്ള ആ ഉൽപ്പത്തികളൊക്കെ നമ്മുടെ ശരീരത്തിലും ഉണ്ട്. അതിൻ്റെ ഒരു ചരിത്രമായിട്ട് പറയണു എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ശരീരത്തിലുണ്ടാവുക, അവർ എത്ര പഴയ കാലത്ത് വിശകലനം ചെയ്തിരിക്കണു എന്നുള്ളത് ചിന്തിക്കുക. ഇൻട്രസ്റ്റിംഗ് അല്ലേ? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങളുമാണ് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും പ്രധാനം. അപ്പോൾ വിരാട് പുരുഷനെ കാണണം തോന്നിയപ്പോഴാണ് സൂര്യൻ ഉണ്ടായത്. അതാണ് വിരാട് പുരുഷൻ്റെ കണ്ണ്. എന്ത് കാണുന്നുവോ അതാണ് അവിടുത്തെ വിഷയം. രൂപം, സ്പർശ രൂപരസഗന്ധങ്ങളിലുള്ള കാണേണ്ടതെന്തോ അത് രൂപം, അവയവമെന്തോ അത് കണ്ണ്, പ്രവർത്തനാത്മകമാകുമ്പോൾ അത് നേത്രം. കണ്ണും നേത്രവും ഒന്നല്ല, നേരത്തെ പറഞ്ഞു. കണ്ണ് അവയവം, നേത്രം ഇന്ദ്രിയം, രണ്ടും വ്യത്യാസമുണ്ട്. പ്രവർത്തനാത്മകതയ്ക്കാണ് നമ്മൾ ഇന്ദ്രിയം എന്ന് പറയുക, പ്രവർത്തനാത്മകം ഇല്ലെങ്കിലും അവയവം എന്ന് പറയാം. മനസ്സിലായല്ലോ? അതാണ് കണ്ണ് അവയവം, നേത്രം ഇന്ദ്രിയം. അത് തന്നെയാണ് അധിഷ്ഠാനം. പറഞ്ഞാൽ അതിലിരിക്കുന്നു. കാഴ്ച അതാണ് രൂപം, വിഷയം. കാണുക എന്നതാണ് കർമ്മം. അപ്പം ഇങ്ങനെ 3-4 എല്ലാറ്റിനും ഉണ്ട്. കയ്യ്, അവിടെ കയ്യാണ് അവയവം. അതുപോലെ തന്നെ പ്രവർത്തനാത്മകമായിട്ടുള്ള ഹസ്തം എന്ന് പറയുമ്പോഴാണ് അവിടെ ഇന്ദ്രിയമായിട്ട് വരുന്നത്, ഹസ്തം. അതിന് പ്രാക്ടിക്കലായിട്ട് അങ്ങനെ പറയണമെന്ന് മാത്രം. എന്താണ് അവിടുത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അതിനെ കൊണ്ട് ചെയ്യുന്നു. അവിടെ അധിഷ്ഠാനവും ഇന്ദ്രിയവും ഒന്ന് തന്നെയാണെന്നാണ് പറയുണ്ടായി. കയ്യിലാണ് ആ ദേവത ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ദേവത ഉണ്ടാവും. കയ്യിൻ്റെ ഇന്ദ്രനാണ്, ദേവതയാണ് ഇന്ദ്രൻ. കണ്ണിൻ്റെ ദേവതയാണ് സൂര്യൻ. ചെവിയുടെ ദേവതയാണ് ദിക് ദേവതകൾ. ഏതാണ് അവയവം? ചെവി. ഏതാണ് ഇന്ദ്രിയം? ശ്രവണ ഇന്ദ്രിയം. അധിഷ്ഠാനം ശ്രവണേന്ദ്രിയം തന്നെ. എന്താണ് അതുകൊണ്ട് ചെയ്യണത്? ശബ്ദത്തെ കേൾക്കുന്നു. ആ ശബ്ദങ്ങളുടെ വിഷയം അല്ലെങ്കിൽ തന്മാത്ര. വിഷയവും തന്മാത്രയും ഒന്ന് തന്നെയാണ്. ചെവി കൊണ്ട് നേടേണ്ടത് എന്താ? കേൾവി. ആ കേൾവിയാണ് ഇവിടെ വിഷയം അല്ലെങ്കിൽ തന്മാത്ര. അങ്ങനെ ശബ്ദമായി സ്പർശം പറഞ്ഞു. ത്വക്ക്, ഇന്ദ്രിയവും അധിഷ്ഠാനവും രണ്ടും ഒന്ന് തന്നെ. അറിയേണ്ടത് എന്താണ്? അറിയേണ്ടത് ചൂട്, തണുപ്പ്, മൃദുത്വം, കഠിനത്വം. 4 കാര്യം. 5-മതൊരു കാര്യം ത്വക്കൊണ്ട് അറിയാനില്ല. ചൂടാണോ, തണുപ്പാണോ, മൃദുവാണോ, കഠിനത്വമാണോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഇതിൻ്റെ ത്വക്കിൻ്റെ കാര്യം. ത്വക്ക്, നാക്ക്, അധിഷ്ഠാനവും ഇന്ദ്രിയവും നാക്ക് തന്നെ, രണ്ടും ഒന്നാണല്ലോ. എന്താണ് അതുകൊണ്ട് അറിയേണ്ടത്? രസങ്ങൾ. 6 രസമുണ്ട്, 6 രസങ്ങൾ എന്നാണ് പറയുക. എന്നല്ല പറഞ്ഞു. അതൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ അത് ഇന്ദ്രിയവും അധിഷ്ഠാനവും നാവാണ്. ആരാണ് ദേവത? വരുണനാണ് അതിൻ്റെ ദേവതയായിട്ട് പറയുക. ശബ്ദം, ധൂപരസഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ രസമാണ് അവിടെ വിഷയം. ഇങ്ങനെ 4 അധിഷ്ഠാനം, ഇന്ദ്രിയം, ദേവത. അതുകൊണ്ട് അറിയേണ്ട വിഷയം ഇങ്ങനെ 4 ഓരോന്നുണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഹസ്തോരുരുഹതു തസ്യ നാനാകർമ്മ ചികീഷയ തയോസ്തു ബലമിന്ദ്രച്ച ആദാനം ഉഭയാശ്രയ. 24-ാമത്തെ ശ്ലോകം. ഹസ്തൗ അധിഷ്ഠാനം ഇന്ദ്രിയം, ഇന്ദ്രശ്ച ദേവത. ഇന്ദ്രൻ അതിൽ പ്രവർത്തിച്ചാലേ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇന്ദ്രൻ കയ്യിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ അർത്ഥം? ഇന്ദ്രൻ അവിടെ പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രൻ അവിടെ പ്രസാദിക്കണില്ല, ഇന്ദ്രൻ അവിടെ പ്രകാശിക്കണില്ല. അപ്പോൾ കൈ ഇളകാതെയാവും. ഉപേന്ദ്രൻ പ്രവർത്തിക്കാതിരുന്നാലോ കാലിളകാണ്ട്. ഗതിൻ ജിഗീഷത പാദോ 25-ാമത്തെ ശ്ലോകം. ഗതിൻ ജിഗീഷത പാദോ രുരുഹാദേപി കാമിക പദ്ഭ്യാം യജ്ഞ സ്വയം ഹവ്യം കർമ്മഭി ക്രിയതേ നൃഭി. നടക്കണം എന്ന് വിരാട് പുരുഷന് തോന്നിയപ്പോഴാണ് എന്തുണ്ടായത്? ജിഗീഷത, ആ പുരുഷന് പാദങ്ങളുണ്ടായത്. അധിഷ്ഠാനം പാദം, ഇന്ദ്രിയം പാദം. ആരായിരിക്കും അവിടെ? ദേവത. പദ്ഭ്യാം കർമ്മഭി, ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ. സ്വയം ഹവ്യം, അതിനാവശ്യമായ ഹോമദ്രവ്യം പറയപ്പെടുന്നു. ഉപേന്ദ്രനാണത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും കാര്യം കൊണ്ട് ഉപേന്ദ്രനാണ് കാലിൻ്റെ ദേവത. ഇതങ്ങനെ പറഞ്ഞിട്ടില്ല. വേറെ ദിക്കിൽ പറയുമായിരിക്കും. എന്തായാലും ഉപേന്ദ്രനാണ്. ഇന്ദ്രൻ്റെ അനുജനാണ് ഉപേന്ദ്രൻ കേട്ടോ. ഇന്ദ്രൻ്റെ അനിയൻ ഭഗവാൻ തന്നെയാണത്, വേറെ ആരുമല്ല. ഉപേന്ദ്രൻ ഭഗവാനാണ് ഇന്ദ്രൻ്റെ അനിയൻ്റെ സ്ഥാനത്തായിട്ട് അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ. ഉപേന്ദ്രൻ വാമനൻ, അതാണ് കാലിൻ്റെ ദേവത. അപ്പോൾ കാലിൻ്റെ ദേവതയായി കാലുകൊണ്ട് ചെയ്യേണ്ടതെന്നാണ് അർത്ഥം. ഇന്ദ്രിയം അധിഷ്ഠാനം രണ്ടും കാല് തന്നെയായി. പ്രവർത്തനാത്മകമായിട്ടുള്ള കാലാണ് കേട്ടോ. പ്രവർത്തനമല്ലാത്ത കാലം അവയവം മാത്രമാണ്, അത് അധിഷ്ഠാനമല്ല. ദെൻ അടുത്തത്. നിരഭിദ്യതശിഷ്ണോപയ പ്രജാനന്ദ അമൃതാർത്ഥിന ഉപസ്ഥാതികാമാനാം പ്രിയം തതുപയാശ്രയം. ഈ ശ്ലോകത്തിൽ 2 വിസർജനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് മുമ്പിൽ ശിഷ്ണം. ശിഷ്ണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ടും പറയുന്ന കോമൺ വേർഡാണ് കേട്ടോ ശിഷ്ണം എന്ന്. ഉൽപാദനേന്ദ്രിയം എന്നർത്ഥം, അത്രയേ ഉള്ളൂ. 2 കൂട്ടർക്കും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ശിഷ്ണം. അത് മുൻപിലത്തെ വിസർജനേന്ദ്രിയം. പിന്നിൽ മലവിസർജനത്തിനുള്ളത് അത് ആസീത് പറഞ്ഞിരിക്കണു. പ്രജാന അമൃതാർത്ഥിന ഉപസ്ഥം എന്നാണ് അതിന് പറയുന്നത്. ഉപസ്ഥം. പുറകിലത്തെ വിസർജനേന്ദ്രിയം ഉപസ്ഥം, ഫ്രണ്ടിലത്തെ ജനനേന്ദ്രിയം ശിഷ്ണം. സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാരാവട്ടെ കോമൺ ആയിട്ട് പറയുന്നതാണ് ശിഷ്ണം. അപ്പോൾ ഈ 2 അവയവങ്ങൾ തന്നെയാണ് ഇന്ദ്രിയങ്ങൾ അധിഷ്ഠാനം. മരിച്ചവർക്കും അതുണ്ടാവും, പക്ഷേ പ്രവർത്തനാത്മകത ആർക്കേ ഉണ്ടാവുള്ളൂ? ജീവനുള്ളവർക്കേ ഉണ്ടാവുള്ളൂ അല്ലേ? അതിനാണ് എന്ത് പറയുന്നത്? ഇന്ദ്രിയം. അപ്പം അത് ഇന്ദ്രിയമായിട്ട് മാറി. പ്രവർത്തിക്കുന്നതെന്തോ അത് ഇന്ദ്രിയം, പ്രവർത്തിക്കാത്തതെന്തോ അത് അവയവം. പ്രവർത്തിക്കാത്തതും പ്രവർത്തിക്കുന്നതിന് രണ്ടിന് അവയവം എന്ന് പറയാം. മരിച്ച ആൾക്കും അവയവം ഉണ്ടാവും അല്ലേ? പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളൊക്കെ ഇന്ദ്രിയം ഉണ്ടാവുള്ളൂ. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ പ്രവർത്തനാത്മകത. കണ്ണ് മരിച്ചവർക്കുണ്ടാവും, പക്ഷേ നേത്രം ജീവിച്ചവർക്കേ ഉണ്ടാവുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്കാണ് നേത്രം ഉള്ളൂ. എന്താ നേത്രം എന്ന് പറഞ്ഞാൽ? പ്രവർത്തനാത്മകമായ കണ്ണ്, അതാണ് അർത്ഥം. മരിച്ചവർക്ക് ചെവി ഉണ്ടാവും, പക്ഷേ മരിച്ചവർക്ക് എന്തുണ്ടാവില്ല? ശ്രവണം ഇന്ദ്രിയം ഉണ്ടാവില്ല, ശ്രോത്രം ഉണ്ടാവില്ല. അത് ജീവിച്ചിരിക്കുന്നവർക്കേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഒന്നാണെങ്കിലും ഒന്ന് പ്രവർത്തനാത്മകമാണ് ജീവിച്ചിരിക്കുമ്പോൾ, മറ്റത് ഡെഡും ആവാം പ്രവർത്തനാത്മകവും ആവാം. ചെവി എന്ന് പറഞ്ഞാൽ രണ്ടിനും കൂടി പറയണ പേരാണ്. അതേപോലെ ഇവിടെ ശിഷ്ണം ഉപസ്ഥം എന്നീ 2 മുമ്പിലത്തെയും പിന്നിലത്തെയും വിസർജനേന്ദ്രിയങ്ങൾ ആസീത് ഉണ്ടായി. എന്തിന്? അതാത് പ്രവൃത്തികൾ അതിൽ കൂടെ നടക്കാൻ അല്ലേ? വർത്തിക്കാനാണ് ശിഷ്ണം അതിൻ്റെ അവയവം, ഉപയോഗം. എല്ലാ ജീവികൾക്കും ഉണ്ടല്ലോ അത്. അതിലൊക്കെ ശിഷ്ണം തന്നെ പറയാം, ലിംഗഭേദമില്ലാതെ. അപ്പോൾ ആ ശിഷ്ണമാണ് അധിഷ്ഠാനം. അല്ലെങ്കിൽ അതുകൊണ്ട് പ്രവർത്തിക്കരുന്നത് ഇന്ദ്രിയ വംശവർദ്ധനവ്. അതാണ് ശിഷ്ണത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ തന്മാത്ര. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ പറഞ്ഞ പോലെ ഈ കർമ്മേന്ദ്രിയങ്ങൾക്കും ഉണ്ട് വിഷയം. അപ്പം അധിഷ്ഠാനം, വിഷയം. ദേവത കാമാനാം പ്രിയം തതുപാശ്രയം. അവിടെ ഭഗവാന്റെ മൃത്യു എന്ന ദേവതയാണത്രേ ശിഷ്ണത്തിൻ്റെ ദേവതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. മൃത്യുദേവനാണ് അവിടെ വസിക്കുന്നത്. മൃത്യുദേവൻ അവിടെ നേരെ വസിച്ചാലേ ഈ 2 പ്രക്രിയകൾ നടക്കുള്ളൂ, വൃത്തിയായിട്ട് നടക്കുള്ളൂ. രണ്ടും വൃത്തിയായിട്ട് നടന്നാൽ പോരാ അല്ലേ? വൃത്തിയായിട്ട് നടക്കണ്ടേ? അത് നടക്കണമെങ്കിൽ മൃത്യുദേവൻ അവിടെ വസിക്കണം, എന്നാലേ നടക്കുള്ളൂ.
ഇതിപ്പോൾ എല്ലാ ഓളജിസ്റ്റുകളും പറയുന്നുണ്ട് അത് നടക്കണമെങ്കിൽ ഇങ്ങനെ വേണം, ഇവിടെ നടക്കണമെങ്കിൽ ഇങ്ങനെ വേണം എന്നൊക്കെ അല്ലേ. അവരുടെ ഒക്കെ അടിസ്ഥാനം ഈ മൃത്യു ആകുന്ന ദേവത ശിശ്നത്തിലും ഉപസ്ഥത്തിലും യഥാ രീതിയിൽ വസിച്ചാലേ എല്ലാ പ്രക്രിയകളും വൃത്തിയായിട്ട് വേണ്ട പോലെ നടക്കുള്ളൂ. അല്ലെങ്കിൽ അതൃപ്തികരമായിട്ട് നടക്കും. ടോയ്ലറ്റിൽ പോയി വേണ്ട പോലെ ആയില്ലെങ്കിൽ നമുക്ക് സുഖം കിട്ടുമോ? ഏക്കോ കാട്ടി മുഴുവനായില്ല, മുഴുവനൊന്നും ആയില്ല, പോയിട്ട് കാര്യമുണ്ടായില്ല പറയുമ്പോഴല്ലേ. അവർ വൃത്തിയായിട്ട് നടക്കണം, തൃപ്തികരമായിട്ട് നടക്കണമെങ്കിൽ മൃത്യുദേവൻ അവിടെ ശരിയായിട്ട് അധിഷ്ഠാനമാകുന്ന ശിഷ്ണോപസ്ഥങ്ങളിൽ വസിക്കണം. ഉസ്സിസൃഷ്ടോർധാതുമലം നിരവിത്യതവൈത് ഗുദം തതപ്പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയ. അന്നാദികളുടെ ഉപയോഗശൂന്യമായിട്ടുള്ള അംശത്തെ, ഏത് ചണ്ടിയായി നമ്മൾ പറയുന്ന അതിലത്തെ ചണ്ടിയെ ധാതുമലം പുറന്തള്ളുകയാണ് ഇതിലത്തെ പ്രക്രിയ. പായു എന്നും അതിന് പറയും. മിത്ര എന്ന പേരായിട്ട് ദേവതയുണ്ടായി, മിത്രൻ എന്നും പറയുന്നു. മിത്രനും യമനും രണ്ടും തന്നെയാണ് ഇരിക്കുന്നത്. ചില സ്ഥലത്ത് മിത്രൻ എന്ന് പറയും, ചില സ്ഥലത്ത് മൃത്യു എന്നും പറയും. മലത്തിൻ്റെ ഉത്സർഗം പുറത്തേക്ക് കളയുന്ന വൃത്തി വിഷയം, അതാണ് അവിടുത്തെ വിഷയം, പ്രവൃത്തി. അതുകൊണ്ട് നടക്കേണ്ടത് അതാണ്. പലരും പറഞ്ഞിട്ടുണ്ട്, ഈ ഗീതയിലൊരു ശ്ലോകമുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഇതെന്താ ചോദിച്ചാൽ, പ്രാണനായിട്ടും അപാനനായിട്ടും കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കുന്നതും അതിനെ പുറന്തള്ളുന്നതും അർജുന ഞാനാണ്. മിത്രൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണല്ലോ. എല്ലാം രൂപഭേദമേ ഉള്ളൂ. മിത്രൻ്റെ രൂപത്തിൽ വരുമ്പോൾ മിത്രൻ എന്ന് പറയണു, സത്യത്തിൽ ഇതൊക്കെ ഈശ്വരനാണ്. അപ്പോൾ നമുക്ക് ഈ വയറിന് എന്തെങ്കിലും അസുഖം വന്നാൽ ചെല്ലാൻ പറ്റിയ ശ്ലോകമാണത്രേ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്നുള്ള ശ്ലോകം ഒരു 108 പ്രാവശ്യം ചൊല്ലിയാൽ വയറിൻ്റെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരും എന്നും, കുറേ കാലം ഒരു 41 ദിവസം അങ്ങനെയൊക്കെ ചെല്ലിയ 108 ദിവസം ഒക്കെ എടുത്ത് ചെല്ലിയാൽ കാര്യമായ പ്രശ്നങ്ങളും തീരുമെന്നും ഒരുപാട് അനുഭവസ്ഥർ പറയുന്നു. ഉദാഹരണം, ഇപ്പോൾ മോഷനില്ല ഒരാൾക്ക്, അഹം വൈശ്വാനരോ ഭൂത്വ, ഞാൻ തന്നെയാണ് വൈശ്വാനരനായിട്ട് ദഹിപ്പിക്കുന്നത് അർജുന. അപാനന വായുവാണ് ഈ പുറന്തള്ളുന്നത്, അതിൻ്റെ വികൃതിയാണ് അത് വേണ്ട പോലെ ഉണ്ടാവാത്തത്. അപാനൻ ചിലപ്പോൾ വികൃതി കളിക്കും. ചിലക്ക് നോക്കിയിട്ടുണ്ടോ, ഉദാഹരണം പറഞ്ഞു തന്നില്ല, അവിടെ പോയാൽ പോകണ്ട തോന്നും, അതുവരെ പോകണം തോന്നും, അവിടെ പോയാൽ പിന്നാക്കെടുക്കണം ഒരു അപാനൻ്റെ കളിയാണത്രേ അത്. സത്യത്തിൽ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം എന്ന് ഏതാനും പ്രാവശ്യം ചൊല്ലിയാൽ മതി, കുറേയൊന്നും വേണ്ട. 4 5 പ്രാവശ്യം, മാക്സിമം 12 പ്രാവശ്യം ചൊല്ലിയാൽ ആ ശല്യം തീർന്ന് നടക്കേണ്ട കാര്യം നടക്കുന്നതായിട്ട് എത്രയോ അനുഭവം ഈ ഉള്ളവൻ എന്നെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അത് അച്ഛൻ മുതലായിട്ടുള്ളവരൊക്കെ പറഞ്ഞു എന്താണ്, മൂപ്പരൊക്കെ ഒരു വയറുവേദന വന്നപ്പോൾ എന്തൊക്കെ ഇനി വേണ്ടിയെന്ന് വെച്ചാൽ ഇന്നത്തെ പോലുള്ള ഹോസ്പിറ്റലോ സ്കാനിങ്ങോ സൗകര്യങ്ങളോ ഒന്നുമില്ല, വയറുവേദനയാണ്. ഇതാരോ പറഞ്ഞു അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. അത് ചൊല്ലി 108 പ്രാവശ്യമായിട്ട് ചെല്ലും. എത്ര ദിവസം ചെല്ലിയെന്നറിയില്ല, വേദന എവിടേക്കേ പോയെന്ന് വെച്ചില്ല, അത് മാറി. അത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് എന്ന് ചോദിക്കും. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, ഉള്ള കാര്യം പറയാലോ, അത് മാറി ഇത്രേ. അതിനുശേഷം ഞാനും പരീക്ഷ നോക്കി, വയറ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. സത്യമാണ് പറഞ്ഞത്. അഹം വൈശ്വാനരോ ഭൂത്വ, വയറ് തൊട്ടിട്ട് ചെല്ലിയ ഏറ്റവും നന്നായി, വയറ് കൈകൊണ്ട് പിടിക്കുക. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമല്ലേ? ആലോചിച്ചു നോക്കി, എന്തെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോരി നിറയ്ക്കണു. നേരം വെളിച്ചായ 8 ദോശ 10 ദോശ 8 ഇഡ്ഡലി, അത് കഴിഞ്ഞാൽ 2 പ്ലേറ്റ് ചോറ്, അതിന് വേണ്ട വിഭവങ്ങൾ, പിന്നെ ഇടയിൽ കിട്ടണതെല്ലാം അകത്തേക്കാക്കില്ലേ. എന്തൊക്കെ ഓരോരുത്തർ കഴിക്കണം, ചിപ്സായിട്ടും മിക്സറായിട്ടും ബിസ്ക്കറ്റായിട്ടും മാങ്ങയായിട്ടും ചക്കയായിട്ടും ഇതിനെയൊക്കെ ദഹിപ്പിച്ച് വിടണ്ടേ? ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു യന്ത്രമോ ഒരു വൈദ്യുതിയോ ഉണ്ടോ? സത്യത്തിൽ ഇതൊന്നും ഇല്ലല്ലോ, നമുക്ക് കാണാൻ മാത്രം ഇതൊന്നും കാണാനില്ല അല്ലേ? പക്ഷെ എല്ലാം നടക്കുന്നുണ്ട്.
അപ്പം അഹം വൈശ്വാനരോ. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഇത് വായിച്ചു പോണതിൻ്റെ ആവശ്യം. അങ്ങനെ വായിച്ചു പോയാൽ എന്താ മനസ്സിലാവുക? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ പ്രാക്ടിക്കൽ പ്രയോജനം? അതൊക്കെ തന്നെയാണ് പ്രാക്ടിക്കൽ പ്രയോജനം. എല്ലാം നടത്തുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടാൽ രോഗങ്ങളെ ഒരു പരിധി വരെ കേട്ടോ, എല്ലാ രോഗവും അതുകൊണ്ട് മാറുമെന്ന് പറയണില്ല, ഒരു പരിധി വരെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്ക് വരുത്താനും കുറയ്ക്കാനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കും. മനസ്സിൻ്റെ തരംഗങ്ങളാണ് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നൊരു വാദമുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർ നിൽക്കവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല. അത്രേ നിൽക്കവിടെ, ഇനി ഞാൻ പറയണം നീ അവിടെ നിന്ന് ഇളകണമെങ്കിൽ മനസ്സല്ലേ. അപ്പോൾ ആ മനസ്സിൻ്റെ തരംഗങ്ങൾ സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ ചിന്തിക്കുമ്പോൾ പല തരത്തിൽ നമുക്ക് ആ ശക്തി കൊണ്ട് കളിക്കാൻ കഴിയും. കളിക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നർത്ഥം. വാക്ക് പറഞ്ഞു എന്നല്ലോ, കളിക്കുകയല്ല, പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താൻ പറ്റും. അതാണ് ശരിയായുള്ള വാക്ക്. അതാണ് ഈ ഈശ്വരനും ഉപാസനയ്ക്കൊക്കെ എത്ര സ്ഥാനം പണ്ടുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ 2 ഇന്ദ്രിയങ്ങളുടെ വ്യവസ്ഥ ഫ്രണ്ടിലും മുമ്പിൽ ബാക്കിലും പറഞ്ഞു. ആദിസോരന്നപാനാനാമാസൻ കുട്യന്ത്രനാടയ നദ്യസ്തമുദ്രാചത്തയോ തുട്ടി പുട്ടിസ്തദാശ്രയേ. അന്നപാനങ്ങളെ ആദാനം ചെയ്യിക്കാൻ ഇച്ഛപ്പോൾ വിരാട് പുരുഷൻ്റെ കഥ പറയണം. അതുപോലെ നമ്മുടെ ശരീരത്തിലും ഉണ്ട്. വിരാട് പുരുഷൻ്റെ കഥ എന്താ? വിരാട് പുരുഷനെ ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. അതൊരു പുരുഷനല്ലേ. ഭക്ഷണം ആവശ്യമായി വന്നപ്പോൾ വയറ് എന്ന അധിഷ്ഠാനം ഉണ്ടായി. അത് തന്നെയാണ് അവയവം, പ്രവർത്തനാത്മകമാകുന്നു. നാഡികൾ, ഇന്ദ്രിയങ്ങൾ, കുടൽ ഇതെല്ലാം ചേർന്നതാണ് പ്രവർത്തനാത്മകമാകുമ്പോൾ ഉണ്ടാവുക. സമുദ്രവും, കുക്ഷിയുടെ നേതാവായിട്ട് സമുദ്രവും നാഡികളുടെ നേതാവായിട്ട് നദികളും നിശ്ചയിച്ചു. വിരാട് പുരുഷൻ്റെ കാര്യമാണ് പറയണത്. നാഡികൾ നിയന്ത്രിക്കുന്നത് നദിയാണ്, നാഡികളെ നിയന്ത്രിക്കുന്നത്. ഉദരത്തെ നിയന്ത്രിക്കുന്നത് സമുദ്രവുമാണ് വിരാട് പുരുഷനെ സംബന്ധിച്ച്. അപ്പോൾ എന്തായി? അന്നപാനാദികളെ സ്വീകരിച്ച് വയ്ക്കുക, അതാണ് വയറിൻ്റെ വിഷയം. അധിഷ്ഠാനം ഉദരം തന്നെ, വയവും ഉദരം തന്നെ. ദേവത നദിയും സമുദ്രവും. വയറിൻ്റെ സമുദ്രമാണ്, നാഡിയുടെ നദിയാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞു. നിധിത്യാസോരാത്മമായാമൃതയം നിരവിദ്യത തതോമന തതചന്ദ്രസങ്കൽപ്പ കാമയേവച. എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എന്ന് ചുരുക്കി ഇതിനെ പറയാം. വിസ്തരിക്കുമ്പോൾ ഇങ്ങനെയും പറയാം. അതൊന്ന് വിസ്തരിക്കുക. എല്ലാം ഈശ്വരനാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരാ, എനിക്കത് മനസ്സിലായില്ല. അതൊന്ന് വിസ്തരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക് എന്നീ പ്രവർത്തനാത്മകമാക്കുമ്പോൾ ഇന്ദ്രിയം, പ്രവർത്തനാത്മകമാക്കുമ്പോൾ വെറും അവയവം, അതിൽ അതാത് ദേവതകളോടുകൂടി അതാത് രീതിയിൽ വസിച്ചിട്ടാണ് അതാത് വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനം നടക്കുന്നത്. ഒറ്റ വാക്കിൽ പറയാച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈശ്വരനുമായിട്ടും നമ്മുടെ ഉപാസനയായിട്ടും മനസ്സുമായിട്ടും ഇതിനെല്ലാം ബന്ധമുണ്ട് ഇല്ലേ. മനസ്സ് ആരോഗ്യപരമായിട്ടുള്ള ഒരാൾക്കേ ശരീരത്തിൽ ആരോഗ്യം പാലിക്കാൻ പറ്റൂ. ഈ മനസ്സിൻ്റെ വേവലാതി മാത്രമാണ് BP കൂട്ടാൻ ഒരു കാരണം എന്നാണ് പറയണത്. ശാന്തമായിട്ടുള്ള മനസ്സുള്ളവർക്ക് ഒരിക്കലും BP ഉണ്ടാവില്ല. ആ ശാന്തമായിട്ടുള്ള മനസ്സ് എങ്ങനെ ഉണ്ടാവും? നല്ലൊരു ചോദ്യമാണത്, വളരെ നല്ല പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. സത്യത്തിൽ ആർക്കും മനസ്സിന് ശാന്തത ഇല്ല അത്രേ. എന്താ കാരണം? ഓരോന്നും ആലോചിക്കുക, ഇളക്കം തുടങ്ങിയാൽ ശാന്തമല്ല. എൻ്റെ കുട്ടിയെ പറ്റിയിട്ട്, എൻ്റെ വീടിനെ പറ്റിയിട്ട്, എൻ്റെ കാരിയറിനെ പറ്റിയിട്ട് അല്ലേ, ഞാൻ സമ്പാദിച്ച പണത്തിനെ പറ്റി അതെങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച്, പശ്ചിമേഷ്യത്തെ പ്രശ്നത്തിനെക്കുറിച്ച്, വിലക്കയറ്റത്തെക്കുറിച്ച്, ഇപ്പോൾ നാളെ വിഷുവാണ്, എന്തെല്ലാം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഒരുക്കണം ചിന്തയുണ്ട്. അശാന്തമല്ല സത്യത്തിൽ. അവർക്ക് എങ്ങനെ മനസ്സ് ശാന്തമല്ലാണ്ട് വരുമ്പോൾ BP ഉണ്ടാവുന്നു. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം BP എന്ന രോഗത്തിന് മനസ്സാണ്. BP അതൊരു രോഗമല്ല, പക്ഷേ അത് ഒരുപാട് രോഗത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. അതാണ് ആദ്യം BPയും ഷുഗറും നോക്കണം എന്ന് പറയാനുള്ള കാരണം. അത് നോർമലാണെങ്കിൽ അയാൾക്ക് വലിയ കുഴപ്പമില്ല എന്നർത്ഥമാണ് അത്രയും. വേറെ കുഴപ്പങ്ങളില്ലെങ്കിൽ അത് നോർമലാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് വേറെ എന്തെല്ലാമോ തകരാറുണ്ട്, അത് BP കൂടെ കാണിക്കുകയാണ് എന്നാണ്. അപ്പോൾ മനസ്സ് രോഗം രോഗമായിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ശാന്തമായിട്ടും ദുഃഖിക്കുകയോ ദേഷ്യപ്പെടുകയോ വിഷാദപ്പെടുകയോ അമിത സന്തോഷം അതും പാടില്ല. അമിതമായ സന്തോഷവും തെറ്റാണ്.
ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ നിർത്തുക, ഒന്നും ശോഭിക്കാത്ത അവസ്ഥയിൽ നിർത്തിയാൽ അവൻ അങ്ങനെ നിർത്താൻ കഴിഞ്ഞാൽ ആരോഗ്യവാനായിരിക്കും. ഇതാണ് സൈക്കോ ഫിസിക്സ് സിദ്ധാന്തം. പണ്ടേ കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മുടെ ആചാര്യന്മാരപ്പോൾ എത്ര ഫോർവേഡാണ്, ആലോചിച്ച് നോക്കൂ. ഈ പറയുന്നു നിധിധ്യാസോരാത്മമായാം ഹൃദയം നിരഭിദ്യത. വിരാട് പുരുഷൻ്റെ ഹൃദയം നമ്മുടെ ഈ ഹൃദയം, വിരാട് പുരുഷനെ പറഞ്ഞു നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു അധിഷ്ഠാനമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇരുന്ന ദേവൻ ആരാത്ര? ചന്ദ്രനാണ്. ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ദേവൻ ചന്ദ്രൻ. തതോ മനത്തത ചന്ദ്ര സങ്കല്പ കാമയേവച. അവനാണ് ഈ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്, ചന്ദ്രൻ. അതുകൊണ്ടാണ് ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം നോക്കിയിട്ട് മനസ്സിൻ്റെ ഗുണങ്ങളെ പറയും. നീചസ്ഥാനത്ത് ചന്ദ്രൻ ഉണ്ടെങ്കിൽ നീചവാസനകളും നീചജനസംസർഗവും ഉണ്ടാവും. നീചവാസനകൾ ശരിയല്ലാത്ത മനുഷ്യന് മോഷ്ടിക്കുക, പരദൂഷണം പറയുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ, നീചവാസന, ചന്ദ്രൻ നീചസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അതുണ്ടാവും എന്നാണ്. ചന്ദ്രൻ നല്ല സ്ഥാനത്താണ് നിൽക്കണമെന്ന് വെച്ചാൽ ദൈവവിചാരം, ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, പൂർവ്വപുണ്യം ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സങ്കല്പം, വിഷയം, ആഗ്രഹം എന്നിവയാണ് ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, ഇതിൻ്റെ പ്രവൃത്തി വിഷയം. ചന്ദ്രനാകുന്ന ദേവത അത് നിർവഹിച്ച് തരുന്നു. നിധിധ്യാസോരാത്മമായ ആണ്. പണ്ട് ചന്ദ്രനെ ഉപാസിച്ചിരുന്നു, സൂര്യനെ ഉപാസിച്ചതൊക്കെ ശാസ്ത്രീയമാണ്. നിധിധ്യാസോരാത്മമായ ആത്മ തൻ്റെ മായയെ ഏറ്റവും ചിന്തിപ്പാൻ ഇച്ഛിച്ചായിട്ടുള്ള പുരുഷൻ, വിരാട് പുരുഷൻ മനസ്സിൽ ഹൃദയത്തിൽ ചന്ദ്രനെ പ്രവേശിപ്പിച്ചു. നിധിധ്യാസോരാത്മമായ ഹൃദയം നിരഭിദ്യത തതോ മനത്തത ചന്ദ്ര. ചന്ദ്രൻ പ്രവർത്തനാത്മകമായിട്ട് അവിടെ വസിച്ചു. അപ്പോൾ എന്തുണ്ടായി? സങ്കല്പക്കാമയേവച. സങ്കല്പങ്ങൾ, ആഗ്രഹങ്ങൾ എന്തുണ്ടായി? തച്ചർമ്മ മാംസ രുതിരോ രുതിര മേധോ മജ്ജാത്തിദാതവ ഭൂമ്യപ്തേജോമയാ സപ്ത പ്രാണോ വ്യോമാം ഭുവായുഭി. പിന്നെ സപ്തധാതുക്കളെ പറയണം. അത് വായിക്കുമ്പോൾ പദം മുറിക്കണം കേട്ടോ, ചുക്കുമുളക് തിപ്പലിയാവും. അല്ലെങ്കിൽ ത്വക്ക് ഓരോ വര അവിടെ പെൻസിൽ കൊണ്ട് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല, എന്നുകൊണ്ട് ഇടണ്ട, പുസ്തകത്തിലെ ഭാഗവതല്ലേ നമ്മൾ തിരുത്തണ്ടെന്നാണ്. പെൻസിൽ മാഞ്ഞ് പൊക്കുള്ളതുകൊണ്ട് ത്വക്ക്, ചർമ്മ. ത്വക്കും ചർമ്മവും പ്രവർത്തനാത്മകമാക്കുമ്പോഴാണ് ചർമ്മം ആവണത്. മരിച്ച ആൾക്ക് ത്വക്കുണ്ടാവും, ചർമ്മം ഉണ്ടാവും, അത് വ്യത്യാസമുണ്ട്. ചർമ്മ, മാംസ അറിയാലോ, മാംസം, രുധിരം. അങ്ങനെ തന്നെ പിരിച്ച് വായിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ത്വക്ക്, ചർമ്മ, മാംസ, രുധിര, മേധോ മജ്ജാസ്തി ധാതവ. മേധസ്, മജ്ജ, അസ്ഥി ധാതവ, ഇതാണ് വാക്കുകൾ. ത്വക്, ചർമ്മ, മാംസ, രുധിര, മേധോ മജ്ജാസ്തി ധാതവ. തോലിനാണ് ത്വക്ക് എന്ന് പറയുക. ചർമ്മ ആവട്ടെ പ്രവർത്തനാത്മകമാകുന്നതിനേ പറയുള്ളൂ. മരിച്ച ആൾക്ക് ചർമ്മം ഉണ്ടാവില്ല, ത്വക്കേ ഉണ്ടാവുള്ളൂ. ത്വക്കുണ്ടാവും, പക്ഷേ ചർമ്മം ഉണ്ടാവുന്നത് ജീവിച്ചിരിക്കുന്നവർക്കേ പറ്റൂ. പ്രവർത്തനാത്മകമാകുമ്പോൾ അതിനെ ചർമ്മം എന്ന് പറയും. അതാണ് ശരിക്കും ഇന്ദ്രിയം. ചർമ്മ ഇന്ദ്രിയം, സ്പർശേന്ദ്രിയം എന്ന് പറയാം. മാംസം, രുധിരം, ചോര, മേധസ് കൊഴുപ്പ് എന്നർത്ഥം പറയാം. മജ്ജ എല്ലിൻ്റെ അസ്ഥിയുടെ ഉള്ളിലത്തെ പശ പോലത്തെ സാധനത്തിനാണ് മജ്ജ എന്ന് പറയുക. അതുണ്ടെങ്കിലാണ് ഈ കുഷ്യൻ എഫക്റ്റ് ഉണ്ടാവുന്നത് നട്ടെല്ലിലൊക്കെ. അത് ഇല്ലാണ്ടാവുമ്പോഴാണ് വേദനിക്കുന്നത്, ഒരയണത്. അതൊരു ലൂബ്രിക്കേഷനാണ് മജ്ജ. ഇതിനെ മുഴുവൻ സപ്തധാതുക്കൾ എന്ന് പറയും, എല്ലടക്കം ഉള്ളതിനെ. ത്വക്ക്, ചർമ്മം, മാംസം, രുധിരം, മേധസ്, അതാണ് മേധോ. കൂട്ടി പറയുമ്പോൾ മേധോ, മജ്ജ, അസ്ഥി ധാതവ. ഈ മുതലായ 7 സപ്തധാതുക്കളെയും വിരാട് പുരുഷ ശരീരത്തിലുണ്ട്. ഭൂമ്യപ്തേജോമയ സപ്തപ്രാണോ ധാതവ. ശരീരത്തിലുള്ള പദാർത്ഥങ്ങൾ ഭൂമി, ജലം, അഗ്നി ഇവയാകുന്ന ദ്രവ്യങ്ങളിൽ നിന്നുണ്ടായതാണ്. ഭൂമി, ജലം, വായു ഇതിൻ്റെ കാര്യഭൂതമാണെന്നർത്ഥം. ഇപ്പം അതിൽ ഏത് വന്നില്ല? ഭൂമി, അഗ്നി വന്നില്ല.
ഭൂമി അഗ്നി ഒഴിച്ചു നിർത്തിയാൽ ആകാശം ജലം വായു ഇവയുടെ ആണ് സപ്തധാതുക്കൾ. അതിൽ അഗ്നിയില്ല, ഭൂമിയില്ല. ഒഴിച്ച ആകാശവും ജലവും വായു 3 ഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണത്രേ സപ്തധാതുക്കൾ. വ്യോമ അമ്പു വായുഭി. വ്യോമം ആകാശം, അമ്പു വെള്ളം, വായു വായു തന്നെ. ഭി എന്ന് വെച്ചാൽ അതിനാൽ നിർമ്മിക്കപ്പെട്ടത്. ഭി വ്യോമാമ്പു വായു ഭി. ആകാശം വെള്ളം വായു ഇവയാൽ, ആലിനാണ് ഭി, ഉണ്ടാക്കപ്പെട്ടതാണ് സപ്തധാതുക്കൾ. ഭൂമ്യ തേജോമയ സപ്തപ്രാണോ വ്യോമാമ്പു വായുഭി. ഗുണാത്മകാനിന്ദ്രിയാണി ഭൂതാതിപ്രഭവാ ഗുണാ മനഃസർവവികാരാത്മാ ബുദ്ധിർവിജ്ഞാനരൂപിണി. ബുദ്ധി പ്ലസ് വിജ്ഞാനം ചെല്ലുമ്പോൾ അവിടെ എന്ന് വരുന്നുണ്ട്. സംസ്കൃതത്തിൽ സന്ധിയിൽ ചിലപ്പോൾ ഋവി എന്ന് വരും. ബുദ്ധി പ്ലസ് വിജ്ഞാനം ബുദ്ധിർവിജ്ഞാന രൂപിണി കൂട്ടി വായിക്കുമ്പോഴാണ് ഋവി. ബുദ്ധി വിജ്ഞാനം ഉള്ളൂ, സത്യത്തിൽ സന്ധി കൊണ്ടുവന്നാണ് ഋവി. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ. ഗുണാത്മകാനി ഗുണകാര്യങ്ങൾ. ഗുണാഹ ഗുണങ്ങൾ. ഭൂതാതിപ്രഭവ ഭൂതാദികളുടെ ആദിയിലുണ്ടായ അഹങ്കാരത്തിൽ നിന്നുണ്ടായവ. മനഃ മനസ്സ്. സർവവികാരാത്മാ എല്ലാ വികാരങ്ങളുടെയും സ്വരൂപമാകുന്നു. ബുദ്ധി വിജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇന്ദ്രിയാണി ഗുണാത്മകാനി. ഇന്ദ്രിയങ്ങൾ ഗുണകാര്യങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഓരോന്നും അനുഭവിക്കുന്നത്. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങളിൽ കൂടെ 5 വിഷയങ്ങൾ അനുഭവിക്കുന്നു. ഗുണാഹ ഗുണങ്ങൾ. ഭൂതാതിപ്രഭവ ഭൂതങ്ങളുടെ ആദിയിലുണ്ടായ അഹങ്കാരാദികളിൽ നിന്ന് ഉണ്ടായതാണ്. മനസ്സ് വികാരങ്ങളുടെ സ്വരൂപമാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മാറുകയും ഇളകുകയും ചെയ്യുന്ന ചിത്തത്തിനാണ് മനസ്സ് എന്ന് പറയുക. ചിത്തവും മനസ്സും ഒന്നാണെങ്കിലും ഒന്നിൻ്റെ രൂപഭേദമാണ്. ഏത് പ്രകാരത്തിൽ നമ്മൾ ഐസ് വെള്ളം രണ്ടും ഒന്നല്ലേ? ഐസ് തന്നെയാണ് വെള്ളമാവുന്നത്. പിന്നെ എങ്ങനെയാണ് ഐസ് എന്ന് പറയണത്? കട്ട പിടിച്ചാൽ അത് ഐസായി, ഉരുകിയാലോ വെള്ളമായി. ഒന്ന് തന്നെയാണ്. അതേപോലെ ചിത്തം ഇളകാത്ത ഉരുകാത്ത ഐസാണ് ചിത്തം. ഒരു മാറ്റമില്ല. എന്നാൽ ഓരോന്നിൽ പ്രവർത്തിച്ച് ഇളകുമ്പോൾ, മനസ്സ് ഓരോന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ സന്തോഷമാവാം, ദുഃഖമാവാം, അത്ഭുതമാവാം, ആഗ്രഹമാവാം, എന്താവാം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ മനസ്സ്, ഇളകുന്ന ചിത്തമാണ് മനസ്സ് എന്ന് പറയാം. ഇളകാത്തത് ചിത്തം ചിത്തമായിട്ട് നിൽക്കുന്നു. എപ്പോൾ അതിൽ ഇളക്കം വരുന്നുവോ അത് മനസ്സായി. ഇനി ഈ മനസ്സിൽ എപ്പോഴും ശങ്കകളും സംശയങ്ങളും ഉണ്ടാവാം. മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമാണ് പറയണത്. എന്താ വ്യത്യാസം? മനസ്സിലാണ് സംശയങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ബുദ്ധി അതിനെ നിശ്ചയിക്കുന്നു. വിജ്ഞാനരൂപിണി. അരുതാത്ത ചിന്ത മനസ്സിൽ വന്ന് പറ്റില്ല കേട്ടോ, അതൊന്നും നമുക്ക് ചേർന്നതല്ല, എന്താ ഈ മനസ്സിങ്ങനെ പോണം, ഞാൻ അതിനെ പിടിച്ച് നിയന്ത്രിക്കുന്നു. അപ്പോൾ ബുദ്ധിയാണ് അവിടെ വിജ്ഞാനരൂപിണിയായിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സ് ഇളകുന്നതാണ്. വേണ്ടതിലേക്കും പോവും, വേണ്ടാത്തിലേക്കും പോവും, ഇല്ലേ? വേണ്ടതിലേക്കും പോവും, വേണ്ടാത്തിലേക്കും പോവും. അപ്പോൾ വേണ്ടതിലേക്ക് മാത്രമായി ഉറപ്പിച്ച് നിർത്തുന്ന സംഗതിയാണ് ബുദ്ധി. മനസ്സ് സംശയിക്കുന്നു, ബുദ്ധി ഉറപ്പിക്കുന്നു. വേണ്ടതിലേക്കും പോവും മനസ്സ്, വേണ്ടാത്തിലേക്കും പോവും മനസ്സ്. അപ്പോൾ വേണ്ടതിലേക്ക് മാത്രമായി ഉറച്ചു നിൽക്കാനാണ് ബുദ്ധി തന്നിരിക്കുന്നത്. ഇളകുന്ന മനസ്സ് മാത്രം പോരാന്ന് ഭഗവാന് തോന്നി, ഉറപ്പിക്കാൻ ബുദ്ധി കിട്ടി. അപ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇതിനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മനസ്സ്. ചലനാത്മകമായിട്ടുള്ള ചിത്തം. ഇളകാത്തതാവുമ്പോൾ ചിത്തം, ഇളകുന്നതാവുമ്പോൾ മനസ്സ്. അതിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധി. ഞാൻ എന്ന തോന്നലാണ് അഹങ്കാരം. എനിക്ക് ഞാൻ എന്ന് തോന്നുമ്പോൾ അഹങ്കാരം ഉണ്ടാവുന്നു. 4 എണ്ണവും മൊത്തം പൊതുവെ അന്ധക്കരണം എന്ന് പറയും. ഏതത് ഭഗവതോ രൂപം തൂലം തേവ ആഹൃതം മയ മക്യാദിവിച്ചാവരണേർ അഷ്ടബിർബഹിരാവൃതം. ഭൂമി മുതലായിരിക്കുന്ന 8 വിധത്തിലുള്ള വസ്തുക്കളാൽ പുറമേ മൂടപ്പെട്ടിരിക്കുന്നു ഭഗവാന്റെ രൂപം.
ഉറപ്പാണ്. ഭഗവാനെ നമ്മൾ അതുകൊണ്ടാണ് കാണാത്തത്. കാരണം എന്തുകൊണ്ടാണ് ഭഗവാനെ കാണാത്തത് ചിലർ ചോദിക്കാറുണ്ട്. വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ വസ്തുക്കളെ കൊണ്ട് ഭഗവാനെ തന്നെ മറച്ചിരിക്കുന്നു. അതിനെ മായ എന്നും പറയും. 8 വസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതത് ഭഗവതോ രൂപം, ഭഗവാന്റെ രൂപം സ്ഥൂലം തേ വ്യാഹൃതം മയ, സ്ഥൂലമായിട്ട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കിയതാണ് വിരാട് പുരുഷൻ? മഹ്യാദിഭിച്ചാവരണൻ അഷ്ടഭിർ, ഭൂമി മുതലായ ആവരണങ്ങൾ 8 ഉണ്ട്. ഏതൊക്കെയാ 8? 5 പഞ്ചഭൂതങ്ങളാണ്. നമുക്കറിയാം, ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി. ബാക്കി 3 മഹത്തത്വം, അവ്യക്തം, അഹങ്കാരം ആണ് ഇപ്പോൾ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. തത്വങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് മാറ്റി വേറെ വിധത്തിലൊക്കെ പറയും. ഇവിടെ പറഞ്ഞത് ഇപ്പോൾ ചിന്തിച്ചാൽ മതിയല്ലോ. അഹങ്കാരം, മഹത്തത്വം, അവ്യക്തം പ്ലസ് പഞ്ചഭൂതങ്ങൾ. ഏതൊക്കെ 3? വീണ്ടും അഹങ്കാരം, മഹത്തത്വം, അവ്യക്തം. ഒന്നും കൂടി, മഹത്തത്വം, അഹങ്കാരം, അവ്യക്തം. മഹത്തത്വം, അവ്യക്തം, അഹങ്കാരം. വീണ്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മഹത്തത്വം, അവ്യക്തം, അഹങ്കാരം. ഈ 3 പ്ലസ് പഞ്ചഭൂതങ്ങൾ. ഇതാണ് 8. മഹ്യാദിഭിച്ചാവരണൻ അഷ്ടഭി, ഭൂമി മുതലായ 8 മഹത്തത്വം, അഹങ്കാരം, അവ്യക്തം പ്ലസ് പഞ്ചഭൂതങ്ങൾ. അഷ്ടഭി ബഹിരാവൃതം. ഇതിനെ വിരാട് പുരുഷനെ മറച്ചിട്ട് ഈ ആഭരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ആ പുരുഷനെ സാധാരണ എല്ലാവർക്കും കാണാൻ സാധ്യമല്ല. ഭൂമി മുതലായ 8 ആവരണങ്ങളാൽ മൂടപ്പെട്ടതാണ് സാക്ഷാൽ ഭഗവാൻ. അതപ്പരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം അനാദിമദ്ദനം നിത്യം മനസപ്പരം. അതപ്പരം സൂക്ഷ്മതമം, അത് വളരെയധികം സൂക്ഷ്മമാണ്, നമുക്ക് കാണാനും സാധിക്കുന്നതല്ല. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോതി യത്യർത്ഥകരം പരസ്മൈ നാരായണായി സമർപ്പയാമി. നല്ലൊരു വിഷു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നിർത്തുന്നു. നമസ്കാരം.